പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ ഇടപെട്ടു. മണിയൻകിണർ ഉന്നതിയിൽ വീട് നിർമ്മാണം പുനരാരംഭിച്ചു. വാണിയമ്പാറ മണിയൻകിണർ ഉന്നതിയിൽ പണി മുടങ്ങിക്കിടക്കുന്ന വീടുകളുടെ നിർമ്മാണം പുനരാരംഭിച്ചു. എം.എ. കുട്ടൻ, പ്രീതി എന്നിവരുടെ വീടിന്റെ നിർമ്മാണമാണ് പുനരാരംഭിച്ചത്. കരാറുകാരൻ പണം വാങ്ങി നിർമ്മാണത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ കരാറുകാരനെ വിളിച്ചു വരുത്തി നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ഉന്നതിയിലെ ഓമന കൃഷ്ണന്റെ വീട് പണിക്കുള്ള മൂന്നാമത്തെ ഗഡു മുടങ്ങിയത് ആസൂത്രണ ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു കഴിഞ്ഞുകൊണ്ടാണെന്ന് വിഇഒ പറഞ്ഞു. മൂന്നാം ഘട്ടത്തിനായുള്ള അപേക്ഷ നൽകിയത് മാർച്ച് 21-നാണ്. ഇതിനു മുന്നേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് പൂർണ്ണമായും ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആസൂത്രണ ഫണ്ട് അനുവദിക്കുമ്പോൾ ആദ്യം ഓമന കൃഷ്ണ നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ, വിഇഒ പീറ്റർ തുടങ്ങിയവർ ഉന്നതിയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രണ്ടു ദിവസം മുമ്പ് നമ്മുടെ മനോരമ, മാതൃഭൂമി പത്രങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ ചില മാധ്യമ ചാനലുകളിലും മണിയൻകിണർ ഉന്നതിയിൽ വന്നിട്ട് ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് PMAY ബന്ധപ്പെട്ട് പണികൾ പൈസ കൊടുക്കാത്തത് കൊണ്ട് നടക്കുന്നില്ല, ചില പണികൾ കോൺട്രാക്ടർമാർ ഇട്ടുപോയി എന്നുള്ള വാർത്തകളൊക്കെ നിരന്തരം കണ്ടുവന്നിരുന്നു. അതിന്റെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അന്വേഷിച്ച് എന്താണ് അതിന്റെ വിവരം എന്നുള്ളത് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ തേടിയിരുന്നു. നിലവിലിവിടെ ഒന്ന് നേരിട്ട് പരിശോധനകളിൽ ഇതിനു മുമ്പും അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് അറിയാവുന്നത്. ഊരുമൂപ്പന്റെ കുട്ടൻ എന്ന് പറയുന്ന ഊരുമൂപ്പന്റെ കുട്ടേട്ടന്റെ വീടിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ബാക്കിൽ കാണുന്ന വീടാണ് കുട്ടേട്ടന് പാസ്സായി പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലായിരുന്നു കോൺട്രാക്ടർ കുറച്ച് നാൾ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞത്. ആ കോൺട്രാക്ടറെ നേരിട്ട് വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 28 ദിവസം ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് അതിന്റെ ബെഡ് റെസ്റ്റിലായതുകൊണ്ടാണ് അത്രയും ദിവസം പണിക്ക് വരാനോ അത് ശ്രദ്ധിക്കാനോ കഴിയാത്തത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിപ്പോ ആ ബെഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇപ്പൊ വന്ന് പണി ആരംഭിച്ചിട്ടുണ്ട്. കുട്ടേട്ടന്റെ വീടിനും തൊട്ടപ്പുറത്ത് പ്രീതിയുടെ വീടില്ല, അത് പ്രീതിയുടെ വീട്ടിലും പണി അതേ കോൺട്രാക്ടർ തന്നെയാണ്. അവിടെ ഇപ്പൊ തട്ടുപൊളിക്കുന്ന പണികൾ നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വാതിൽ വെക്കലും ടോയ്ലറ്റിന്റെ പണിയും കൂടെ പൂർത്തീകരിച്ചാൽ വൈറ്റ് വാഷും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീടിന്റെ പണി ഏകദേശം ഒരു 95% പൂർത്തിയാവും. ബാക്കിയുള്ള പണികൾ കൂടെ അതേ കോൺട്രാക്ടർ ചെയ്തു കൊടുക്കും. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഉദ്യോഗസ്ഥരെ കൂടെ കൂട്ടി അതിന്റെ ഫണ്ട് കൊടുത്തതിന്റെ രേഖകളും ഇനി എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളതും ഇത് കൊടുത്തതെല്ലാം ഇവരുടെ കൈകളിൽ എത്തി കൃത്യമായിട്ട് ഈ വീടിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഗുണഭോക്താക്കളെ കൂടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സന്ദർശിച്ചത്. ഒപ്പം നമ്മുടെ ഓമന കൃഷ്ണൻ എന്ന് പറയുന്ന കൃഷ്ണന്റെ വീടിന്റെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ മാർച്ച് മാസത്തിൽ തന്നെ അതിന് ഫണ്ട് രേഖകൾ ഹാജരാക്കിയാൽ കൊടുക്കാവുന്നതായിരുന്നു. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഫോട്ടോ എടുത്ത് രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ അന്നവർക്ക് സാധിക്കാതെ പോയി. മാർച്ച് കഴിഞ്ഞിട്ട് പുതിയ ഫണ്ടുകളൊന്നും നമുക്ക് നിലവിൽ പഞ്ചായത്തുകളിലേക്ക് വന്നിട്ടില്ല. പ്ലാൻ ഫണ്ട് വന്നാലാണ് പ്ലാൻ ഫണ്ട് വന്നാൽ കൃഷ്ണന്റെ പൈസയും കൂടെ കൊടുത്ത് അതും കൂടെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ 2 വീടുകളാണ് അത്തരത്തിൽ ഒരു ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത്. ബാക്കി പറഞ്ഞിട്ടുള്ള ഇതെല്ലാം അവരൊന്നുകൂടെ നേരിട്ട് പരിശോധിക്കാതെ വന്നിട്ടുള്ള വാർത്തകളാണ്. 7-8ഓളം വീടുകൾ ഇവിടെ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഇപ്പൊ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിജയേട്ടന്റെ വീട് വാർപ്പ് കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കടന്നു. പ്രീജിയുടെ വീട് ഇവിടുത്തെ പണി വാർപ്പ് തട്ടുപൊളിച്ച് അടുത്ത കോൺക്രീറ്റ് വർക്കിലേക്ക് കിടക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് വീടുകൾ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മള് ഉന്നതിയുടെ ഹാളിലേക്ക് കയറി വരുന്ന വഴിയിലുള്ള ഒരു വീട് എല്ലാ പണിയും പൂർത്തീകരിച്ച് അവർ പാല് കാച്ചുന്ന പ്രവർത്തനത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം ഇവിടെ വാർത്തയിൽ വന്ന മറ്റൊരു വിഷയമായിരുന്നു സ്കൂൾ കുട്ടികൾ വഴി പോലും കൃത്യതയില്ലാതെ നടന്നാണ് സഞ്ചരിക്കുക എന്നുള്ളത്. അത് ആര് വീട്ടിലിരുന്ന് കഥ എഴുതി ചിത്രീകരിച്ചതാണ് എന്നറിയില്ല. നമുക്കിവിടെ ഓരോ വീടുകളിലും കയറി ചോദിക്കാം. കൃത്യമായിട്ട് വാണിയമ്പാറ സ്കൂളിലും കല്ലിങ്ങൽപ്പാടം ഗവൺമെന്റ് സ്കൂളിലൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. ആ പോകുന്ന കുട്ടികൾക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ജില്ലാ കളക്ടറിന്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ വന്ന് പാഠപുസ്തകങ്ങളും ബാഗുകളും കുടകളും അത്യാവശ്യം പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്തിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ ഇവിടെ സ്കൂൾ വാഹനങ്ങൾ നേരിട്ടെത്തിയാണ് കൊണ്ടുപോകുന്നത്. വഴിയില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് ഇവിടെ കാണാത്തതിന്റെ വിഷയമാണ്. ഇവിടെ കൃത്യമായിട്ട് എല്ലാ മുക്കിലും മൂലയിലൂടെയും കോൺക്രീറ്റ് റോഡുകളും കട്ടപതിച്ച റോഡുകളും ഉള്ളൊരു ഉന്നതിയാണിത്. അത് വാർത്തകളുടെ നേരിട്ട് സഞ്ചരിച്ച് വന്ന് കാണാത്തതിന്റെ പ്രശ്നമായിരിക്കുന്നു മാത്രമേ അതിൽ ഞാൻ കരുതുന്നുള്ളൂ.